Hello all, welcome to PEP. I'm Jenna Bashir. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് അനാറ്റമി ഓഫ് ഇയർ ആണ്. ഫിസിയോളജിയിലെ സെൻസസ് നമുക്കറിയാം. അതിൽ ഇയർ ഉണ്ട്, ഐ ഉണ്ട്, അങ്ങനെ 5 സെൻസസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിൽ തന്നെ അനാറ്റമി ഓഫ് ഇയർ ഏത് സെൻസസ് ചോദിക്കുകയാണെങ്കിലും ഡയഗ്രാം എടുത്ത് വരച്ചു കഴിഞ്ഞാൽ എക്സാംസിന് മാർക്ക് സ്കോർ ചെയ്യാൻ ഭയങ്കര എളുപ്പമെന്നല്ല, ഡയഗ്രാം ഉണ്ടെങ്കിലേ മാർക്ക് ഫുള്ളി സ്കോർ ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ. അപ്പം ഇയർ ആയാലും ഐ ആയാലും ഒക്കെ ഡയഗ്രാം ഒരു റഫ് സ്കെച്ച് നമ്മൾ പഠിച്ചു വെക്കാം. ഇതിന്റെ ഇയറിന്റെ 3 പാർട്സിന്റെ ഒരു റഫ് സ്കെച്ച് നമ്മൾ പഠിച്ചു വെക്കാം. സോ അനാറ്റമി ഓഫ് ഇയർ നമുക്ക് നോക്കാം. ഇയറിന്റെ പാർട്സുകൾ എന്തൊക്കെയാണ്, ഓഡിറ്ററി പാത്വേ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നോക്കാം അല്ലേ. ഇയറില് മെയിൻലി 3 പാർട്സ് ആണ് ഉള്ളത്. എക്സ്റ്റേണൽ ഇയറും മിഡിൽ ഇയറും അതുപോലെ തന്നെ ഇന്റേണൽ ഇയറും, ഇങ്ങനെ 3 പാർട്ടുകളാണ് ഇയറിനുള്ളത്. അതിൽ നമ്മളിപ്പം ആദ്യം പറയാൻ പോകുന്നത് എക്സ്റ്റേണൽ ഇയർ. നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയറും ഇന്റേണൽ ഇയറും, ഇങ്ങനെ 3 പാർട്സ് ആണ് നമ്മുടെ ഇയറിനുള്ളത്. ഇതിൽ നമ്മൾ ആദ്യം എക്സ്റ്റേണൽ ഇയർ എന്താന്ന് നോക്കല്ലേ. എക്സ്റ്റേണൽ ഇയർ 2 പാർട്സിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. 2 പാർട്ടുകളാണ് എക്സ്റ്റേണൽ ഇയറിനുള്ളത്. ആ 2 പാർട്ടുകൾ എന്ന് പറയുന്നത് ഓറിക്കിൾ അല്ലെങ്കിൽ പിന്ന, ഓറിക്കിൾ അല്ലെങ്കിൽ പിന്നയും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഓഡിറ്ററി മീറ്റേഴ്സ് അല്ലെങ്കിൽ ഓഡിറ്ററി കനാൽ എന്ന് പറയും. എക്സ്റ്റേണൽ ഓഡിറ്ററി മീറ്റേഴ്സ് അല്ലെങ്കിൽ ഓഡിറ്ററി കനാൽ, ഇത് രണ്ടുമാണ്. ഇത് രണ്ടും കൂടിയാണ് എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉള്ളത്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഓറിക്കിൾ. നമ്മൾക്ക് വിസിബിൾ ആയിട്ടുള്ള സ്പേസ്, നമ്മളെല്ലാവർക്കും ഐ കൊണ്ട് വിസിബിൾ ആയിട്ടുള്ള ഈ ഒരു സ്പേസ് ആണ് ഓറിക്കിൾ എന്ന് പറയുന്നത്. നമുക്കറിയാലോ, ഈ ഒരു പാർട്ട് നമ്മുടെ ഈ ഇയറിന്റെ പുറത്തേക്ക് നമ്മൾക്ക് ഇയർ ആണ് എന്നുള്ള ആ ഒരു പാർട്ടിനെയാണ് ഓറിക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഇവിടെ കണ്ടില്ലേ, ഇതാണ് കോൺക എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റാർട്ടിങ് അവിടുന്നാണ് ആ ഒരു തൊട്ടിട്ടാണ് നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്ററി മീറ്റേഴ്സ് അല്ലെങ്കിൽ കനാൽ തുടങ്ങുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം ഓറിക്കിളും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് എക്സ്റ്റേണൽ ഓഡിറ്ററി മീറ്റേഴ്സും ആണ്. അപ്പൊ ഈ ഒരു പിക്ചറൊക്കെ നോക്കി വെക്കാം കേട്ടോ. നമുക്ക് എന്താണ് അപ്പൊ ഓറിക്കിൾ എന്താണ് അല്ലെങ്കിൽ പിന്നെ എന്താണ് എന്നുള്ളത് നോക്കാം. കൺസിസ്റ്റ് ഓഫ് ഫൈബ്രോ കാർട്ടിലേജിനസ് പ്ലേറ്റ്. ഫൈബ്രോ കാർട്ടിലേജിനസ് പ്ലേറ്റ് എന്ന് വെച്ചാൽ ഫൈബ്രോ കാർട്ടിലേജിനസ് ആണ്. അത് നമുക്ക് ഫ്ലെക്സിബിൾ ആണ്, മൂവ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലേറ്റ് ആണ്. കവേർഡ് ബൈ കണക്റ്റീവ് ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂസും സ്കിന്നും കവേർഡ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ആണ്. ഫൈബ്രോ കാർട്ടിലേജിനസ് പ്ലേറ്റ് ആണ് എന്ന് പറയുന്നത് ഓറിക്കിൾ എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്കലി ഫോൾഡഡും റിഡ്ജഡും ആണ്. ഫോൾഡഡ്, ഭയങ്കര ഫോൾഡഡും അതുപോലെ തന്നെ കുറെ കുണ്ടും കുഴികളും വളവുകളും ഒക്കെ ഉള്ള ആണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര ഫോൾഡഡും ആണ്, അതുപോലെ തന്നെ റിഡ്ജഡും ആണ്. സ്കിൻ കവറിംഗ് ദിസ് പ്ലേറ്റ് ഇസ് thin and contains many fine hairs and sebaceous glands. ഈ ഒരു നമ്മുടെ ഈ ഇയറിനെ കവർ ചെയ്യുന്ന സ്കിൻ എന്ന് പറയുന്നത് തിന്നാണ്, ക്യാരക്ടറിസ്റ്റിക്കലി തിന്നാണ്. അവിടെ ഫൈൻ ഹെയർസ് ഉണ്ട്. നമുക്കറിയാലോ, നമ്മൾക്ക് കണ്ടിട്ടുണ്ട്, നമ്മൾ തൊട്ട് നോക്കുമ്പോഴൊക്കെ അവിടെ ചെറിയ ചെറിയ ഫൈൻ ഹെയർസ് ഉണ്ട്. അതുപോലെ തന്നെ സെബേഷ്യസ് ഗ്ലാൻസും ഉണ്ട് കേട്ടോ. സെബം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസും അതിലുണ്ട്. ഒരു ഓയിലി ഇതൊക്കെ ആയിട്ടുള്ള ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. On the posterior surface of the auricle, many sweat glands are present. ഒരു പോസ്റ്റീരിയർ സർഫസ് എന്ന് വെച്ചാൽ അതിന്റെ ഒരു പുറത്തെ സർഫസിൽ പല സ്വെറ്റ് ഗ്ലാൻസും പ്രസന്റ് ആണ്. സോ അവിടെ സ്വെറ്റിംഗ് ഒക്കെ നടക്കാനുള്ള ഇത് അതിൽ നിന്നാണ് കിട്ടുന്നത്, സ്വെറ്റ് ഗ്ലാൻസ് എന്ന്. പല ആനിമൽസിലും നമ്മൾ കണ്ടിട്ടുണ്ട്, പൂച്ച, നായ ഒക്കെ അതിന്റെ ഓറിക്കിൾ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ സൗണ്ട് വരുന്നിടത്തേക്ക് അവർക്ക് അത് മൂവ് ചെയ്യാൻ കഴിയും അല്ലെ. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പൂച്ചയൊക്കെ ചെറുതായിട്ടൊരു മൂവ്മെന്റ് വരുന്നുണ്ടാവും ഓറിക്കിളിന് അല്ലെങ്കിൽ അതിന്റെ പിന്നയ്ക്ക്. ഇതാണ് പല ആനിമൽസിനും അതിന്റെ ഓറിക്കിളിന് മൂവ് ചെയ്യാൻ കഴിയും. ഫൈബ്രോ കാർട്ടിലേജിനസ് ആണ്, ഫ്ലെക്സിബിൾ ആണ് എന്ന് പറഞ്ഞു. പക്ഷെ മനുഷ്യരിലെ എക്സ്ട്രിൻസിക്കും ഇൻട്രിൻസിക് മസിൽസും റുഡിമെന്ററി ആണ്, മൂവ് ചെയ്യാൻ പറ്റാത്തതാണ്. റുഡിമെന്ററി ആയതുകൊണ്ട് അതില്
റുഡിമെന്ററി മസിൽസ് ആയതുകൊണ്ട് മൂവ്മെന്റ്സ് പോസിബിൾ അല്ല. നമ്മൾക്ക് നമ്മുടെ ചെവി അതിനനുസരിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വോളണ്ടറിലി മൂവ് ചെയ്യാൻ കഴിയില്ല, വോയിസ് വരുന്നതിനനുസരിച്ചിട്ട്. കാരണം എക്സ്ട്രിൻസിക്കും ഇൻട്രിൻസിക് മസിൽസ് എന്ന് പറയുന്നത് റുഡിമെന്ററി ആണ്. The depression of auricle which forms the orifice of external auditory meatus is called concha. Concha ഞാൻ കാണിച്ചു തന്നു. എക്സ്റ്റേണൽ ഓഡിറ്ററി മീറ്റസിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന ഭാഗങ്ങൾ അതിനാണ് എന്ത് കോൺക എന്ന് പറയുന്നത്. കോൺക നമ്മൾ കണ്ടില്ലേ, ദാ ഈ ഒരു ഭാഗമാണ് കോൺക എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അത്രയേ ഉള്ളൂ നമുക്ക് ഓറിക്കിൾ അല്ലെങ്കിൽ പിന്നിനെ കുറിച്ചിട്ട് പറയാനുള്ള ഒരു മെയിൻ പോയിന്റ്സ് അത്രയേ ഉള്ളൂ. ബാക്കി നിങ്ങൾ റെഫർ ചെയ്തിട്ടൊക്കെ എടുക്കുക. എക്സാംസിന് കുറച്ചും കൂടി ബ്രീഫായിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ അത് റെഫർ ചെയ്തിട്ട് എടുക്കുക. മെയിൻ പോയിന്റ്സ് അതിൽ തന്നെ പറഞ്ഞതിൽ തന്നെ ഉണ്ട്. സോ നമുക്ക് ഇനി എക്സ്റ്റേണൽ ഓഡിറ്ററി മീറ്റേഴ്സ് നോക്കാം. എക്സ്റ്റേണൽ ഓഡിറ്ററി മീറ്റേഴ്സ് ഞാൻ പറഞ്ഞു കോൺകേന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഉള്ളിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡഡ് ആയിട്ട് പോകുന്നുണ്ട്. അതൊരു സ്ലൈറ്റ്ലി കേർവ്ഡ് ആയിട്ടുള്ള കനാലാണ്. ഒരു കനാൽ, എക്സ്റ്റേണൽ ഓഡിറ്ററി മീറ്റേഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാലാണ് വിത്ത് എ ലെങ്ത് ഓഫ് അബൌട്ട് 55 മില്ലിമീറ്റർ ലെങ്തിലുള്ളതാണ്. ഈ കനാല് കൺസിസ്റ്റ് ചെയ്യുന്നത് 2 പാർട്ടുകളാണ്, ഔട്ടർ കാർട്ടിലേജിനസ് പാർട്ടും ഇന്നർ ബോണി പാർട്ടും. ഇന്നർ ബോണി പാർട്ടും ഔട്ടർ കാർട്ടിലേജിനസ് പാർട്ടും. ഇതാണ് നമ്മുടെ എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുന്നത്. ഓറിക്കിള്, അതിൽ തന്നെ എക്സ്റ്റേണൽ ഓഡിറ്ററി മീറ്റസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാല്. ഇവിടെയുള്ള ഔട്ടർ ബോണി എന്ത് പാർട്ടാണ്? ഔട്ടർ കാർട്ടിലേജിനസ് പാർട്ടും ഇന്നർ ബോണി പാർട്ടും. ഈ 2 ഭാഗങ്ങളാണ് എന്തുള്ളത്, ഔട്ടർ കാർട്ടിലേജിനസ് പാർട്ടും ഇന്നർ ആയിട്ടുള്ള ഒരു ബോണി പാർട്ടും. ഇത് എൻഡ് ചെയ്യുന്നത് ടിംബാനിക് മെംബ്രെയിനിലാണ്. ടിംബാനിക് മെംബ്രെയിനെ കുറിച്ച് നമ്മൾ പിന്നെ പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഔട്ടർ ഇയർ എന്ന് പറയുന്നത്. ഓഡിറ്ററി കനാലൊക്കെ മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് ഔട്ടർ കാർട്ടിലേജിനസ് പാർട്ട്, ഓഡിറ്ററി കനാലിന്റെ ഔട്ടർ കാർട്ടിലേജിനസ് പാർട്ടും അതുപോലെ ഇന്നർ ബോണി പാർട്ടും 2 ഭാഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാന്ന് നോക്കാം. കാർട്ടിലേജിനസ് പാർട്ട് എന്ന് പറയുന്നത് ഇനീഷ്യൽ പാർട്ടാണ്. നമ്മൾ കണ്ടു ഇനീഷ്യൽ പാർട്ടാണ്. ആ ഇനീഷ്യൽ പാർട്ടിനെയാണ് ഈ ഇനീഷ്യൽ പാർട്ടിനെയാണ് ഇത് കോൺക കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഇനീഷ്യൽ പാർട്ടിനെയാണ് കാർട്ടിലേജിനസ് പാർട്ട് എന്ന് പറയുന്നത്. അത് കാർട്ടിലേജ് കൊണ്ടാണ് മെയ്ഡപ്പ് ചെയ്തിട്ടുള്ളത്. കാർട്ടിലേജ് കൊണ്ടാണ് മെയ്ഡപ്പ് ചെയ്തിട്ടുള്ളത്. തിക്ക് സ്കിൻ കൊണ്ട് കവേർഡ് ആണ്, വിച്ച് കണ്ടെയ്ൻസ് സ്റ്റിഫ് ഹെയർസ്. സ്റ്റിഫായിട്ടുള്ള ഹെയർസ് ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. തിക്കായിട്ടുള്ള സ്കിന്നാണ്, സ്റ്റിഫായിട്ടുള്ള ഹെയർസ് ആണ്. ഈ ഹെയർസ് എന്തിനാന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള ഫോറിൻ പാർട്ടിക്കിൾസ്, അത് പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാരിയർ ആയിട്ട് ഈ ഹെയർസ് അവിടെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ലാർജ് സെബേഷ്യസ് ഗ്ലാൻസ് ആൻഡ് സെറോമിനിയസ് ഗ്ലാൻസ് ആർ ഓൾസോ പ്രസന്റ് ഇൻ ദ കവറിംഗ് ദിസ്. ഈ ഒരു പോർഷനിൽ സെബേഷ്യസ് ഗ്ലാൻസ്, ഒരു ലാർജ് സെബേഷ്യസ് ഗ്ലാൻസും സെറോമിനസ് ഗ്ലാൻസും ഒക്കെ സെറംസ് ഉണ്ടാക്കുന്നതും സെബ് ഉണ്ടാക്കുന്നൊക്കെ ഗ്ലാൻസുകൾ. ഈ ഒരു സാധനങ്ങളൊക്കെയാണ് ഇയർ വാക്സുകൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ചെവിന്റെ ഉള്ളിൽ ഇയർ വാക്സ് ഉണ്ടാക്കുന്നത് ഈ സെബേഷ്യസ് ഗ്ലാൻസും സെറോമിനസ് ഗ്ലാൻസും ഒക്കെയാണ്. These glands are coiled and tubular in nature and open on the surface of the skin. ഈ ഒരു ഗ്ലാൻഡുകൾ എന്ന് പറയുന്നത് കോയിൽഡും ട്യൂബുലാർ ഒക്കെ നേച്ചറിലാണ്. അത് സർഫേസ് ഓഫ് ദ സ്കിന്നിന്റെ സർഫേസിൽ തന്നെ ഉണ്ട്. Columnar epithelial skin of the glands contain brown pigment granules and fat droplets. ഈ ഒരു ഗ്ലാൻഡിന്റെ കൊളംന എപ്പിത്തീലിയൽ സെൽസിൽ ഒരു ബ്രൗൺ പിഗ്മെന്റ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അത് ഗ്രാന്യൂൾസ് ആയിട്ട് ഫാറ്റ് ഡ്രോപ്ലെറ്റ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു ബ്രൗൺ പിഗ്മെന്റ് ഗ്രാന്യൂൾസും പിന്നെ ഫാറ്റ് ഡ്രോപ്ലെറ്റ്സും ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു സെറോമിനിയസ് ഗ്ലാൻസിന്റെയും സെബേഷ്യസ് ഗ്ലാൻസിന്റെയും അതുപോലെ തന്നെ ഡെസ്ക്യുമേറ്റഡ് എപ്പിത്തീലിയൽ സെൽസ്, ഇവരെ 3 പേരുടെയും സെക്രീഷൻസ് ആണ് ഇയർ വാക്സ് ആയിട്ട് മാറുന്നത്. ചെവിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഇയർ വാക്സ് നമ്മൾ ചെപ്പിത്തോണ്ടിയൊക്കെ ഇട്ട് എടുക്കാറുണ്ട് അല്ലെ, അത് ഉണ്ടാവുന്നത് സെക്രീഷൻസ് ആണ്. ആര് സെക്രീറ്റ് ചെയ്യുന്നതാണ്? സെറോമിനസ് ഗ്ലാൻഡും സെബേഷ്യസ് ഗ്ലാൻഡും അതുപോലെ തന്നെ ഡെസ്ക്യുമേറ്റഡ് എപ്പിത്തീലിയൽ സെൽസും കൂടി സെക്രീറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സാധനമാണിത്.
അപ്പൊ നമുക്ക് ഇന്നർ ബോണി പാർട്ടും കൂടി നോക്കാം അല്ലെ. നമ്മളെ എന്ത് എക്സ്റ്റേണൽ ഇയറിന്റെ ലാസ്റ്റ് പാർട്ടാണിത്. എന്ത് ഇന്നർ ബോണി പാർട്ട് എന്ന് പറയുന്നത്. ഇന്നർ ബോണി പാർട്ട് ഓൾസോ കവേർഡ് ബൈ സ്കിൻ. സ്കിന്നാണ് ഇന്നർ ബോണി പാർട്ടിനെ കവർ ചെയ്യുന്ന ഭാഗം. സ്കിന്നിന്റെ കവറിങ് ഉണ്ട്. വിച്ച് അതേഴ്സ് ക്ലോസ്ലി ടു പെരിയോസ്റ്റിയം. പെരിയോസ്റ്റിയത്തിലേക്ക് എന്ത് അടുത്ത് നിൽക്കുന്ന ഭാഗമാണ്. ഓൺലി സെബേഷ്യസ് ഗ്ലാൻസ് ആർ പ്രസന്റ് ഹിയർ. അവിടെ സെബേഷ്യസ് ഗ്ലാൻസ് മാത്രമേ ഉള്ളൂ. ഇന്നർ ബോണി പാർട്ടിൽ സെബേഷ്യസ് ഗ്ലാൻസ് മാത്രമേ ഉള്ളൂ. സ്മോൾ ഫൈൻ ഹെയർസ് ആർ പ്രസന്റ് ഓൺ ദ സുപ്പീരിയർ വാൾസ് ഓഫ് ദ കനാൽ. സ്മോൾ ആയിട്ടുള്ള ഫൈൻ ഹെയർസ് എക്സ്റ്റേണൽ ഓഡിറ്ററി മീറ്റേഴ്സിൽ ഉള്ള ആദ്യത്തെ പാർട്ടിൽ നമ്മൾ എന്താ പറഞ്ഞത്, അവിടെ തിക്ക് ഹെയർസ് ആണ് ഉള്ളത് എന്നാ പറഞ്ഞത്. ഇതിൽ ഇന്നർ ബോണി പാർട്ടില് ഔട്ടർ കാർട്ടിലേജിനസ് പാർട്ടിൽ നമ്മൾ പറഞ്ഞു തിക്ക് ഹെയർസ് ആണ്. ഇന്നർ ബോണി പാർട്ടിൽ നമ്മൾ എന്താണ് പറഞ്ഞത്, ഫൈൻ ഹെയർസ് ആണ്. അത് സുപ്പീരിയർ വാൾ ഓഫ് ദ കനാലിന്റെ സുപ്പീരിയർ വാളിലാണ് ഉണ്ടാവുക. കനാൽ മീൻസ് ഓഡിറ്ററി കനാൽ, അതിന്റെ സുപ്പീരിയർ വാളിലാണ് ഉണ്ടാവുക. ഈ ഒരു പോർഷനെ കവർ ചെയ്യുന്ന സ്കിന്നിൽ എന്ത് വിത്ത് ക്യൂട്ടിക്കുലർ ലെയർ ഓഫ് ടിംബാനിക് മെമ്പർ. അത് ഞാൻ പറഞ്ഞു ടിംബാനിക് മെംബ്രെയിൻ ആണ് അതിന്റെ ലാസ്റ്റ് പാർട്ട്. നമ്മൾ ആ ഫോട്ടോ പിക്കിൽ കണ്ടിരുന്നു. ടിംബാനിക് മെംബ്രെയിനിലാണ് ഈ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു ഇന്നർ ബോണി പാർട്ടിന്റെ സ്കിൻ എന്ന് പറയുന്നത് ടിംബാനിക് മെംബ്രെയിനുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ക്യൂട്ടിക്കുലർ ലെയറിൽ നിൽക്കും, അടുത്ത് തന്നെ നിൽക്കും എന്നാണ് പറയുന്നത്. ഇത്രയാണ് എന്ത് നമ്മുടെ എക്സ്റ്റേണൽ ഇയറിന് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു ഇയറിന് 3 പാർട്സ് ആണ് ഉള്ളത്, എക്സ്റ്റേണൽ, മിഡില്, ഇന്നർ. അതിലെ എക്സ്റ്റേണൽ ഇയറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം മെയിൻലി എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ് ഇയറിന്റെ എന്ത് അനാട്ടമി എന്നൊക്കെ പറയുന്നത്. സോ എന്ത് ചെയ്യുക, പിക്ചർ എന്തായാലും മറക്കാതെ വരയ്ക്കാൻ. അത് സ്കോർ കിട്ടണം എന്നുണ്ടെങ്കിൽ പിക്ചർ മസ്റ്റ് ആണ്. ആൻഡ് ചെറിയ ചെറിയ കുറച്ചുള്ള ഒരു നോട്ട്സ് ആയിട്ട് ഈ ഓരോ പാർട്ടിനെ കുറിച്ചും എഴുതി വെക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.